പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ എൻ്റെ യൂട്യൂബ് ഓഡിയൻസിനും നമ്മുടെ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നവർക്കും എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ കുഞ്ഞുമോൾ ആൻറ്റി ഉണ്ട്. ആൻറ്റിക്ക് നമ്മുടെ മീറ്റിംഗിൽ ലഭിച്ച ചില അത്ഭുത സാക്ഷ്യങ്ങൾ, ദൈവിക അനുഭവങ്ങൾ, ആത്മാനുഭവങ്ങൾ ഒക്കെ ആൻറ്റി ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. വളരെ എക്സ്പെക്റ്റൻ്റ് ആയിട്ടിരിക്കുക. ആൻറ്റിയുടെ ലൈഫിൽ ഒരുപാട് ആത്മാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണാൻ തന്നെ കഴിയാത്ത രീതിയിൽ ഒത്തിരി അത്ഭുതങ്ങളും ഹീലിങ്ങുകളും ആത്മാനുഭവങ്ങളും മിറക്കിൾസ് ഒക്കെ നടന്നു. നമുക്ക് കേൾക്കാൻ പോവുകയാണ്. വളരെ ആകാംക്ഷയോടെ നിങ്ങൾ വരുന്നാട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ് ആൻറ്റി. ആൻറ്റിയുടെ പേരും സ്ഥലവും ഒന്ന് പറയാമോ? പ്രൈസ് ലോർഡ്. എൻ്റെ വീട് കൂത്താട്ടുകുളത്താണ്. എൻ്റെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഓക്കെ, ആൻറ്റിയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ആൻറ്റി കൂത്താട്ടുകുളത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങിൽ ഗോൾഡ് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ആത്മാനുഭവം എൻ്റെ ലൈഫിൽ തുറന്നു കിട്ടി. ഒത്തിരി നാളായിട്ട് എനിക്ക് പരിചയമുള്ള കേട്ടിട്ടുള്ള ഒരു ആത്മാനുഭവമായിരുന്നു. ഗ്ലോറി റലം വെളിപ്പെടുമ്പോൾ ഗോൾഡ് ഡസ്റ്റ് വീഴുമെന്നുള്ള ഒരു ആത്മാനുഭവം കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പാണ് എൻ്റെ ലൈഫിൽ അത് ആക്ടിവേറ്റ് ആയത്. എൻ്റെ ലൈഫിൽ ഒരു കാര്യം ആക്ടിവേറ്റ് ആയാൽ ഒരു സ്വർഗമണ്ഡലം തുറക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അത് തുറക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് എത്ര പേര് പിടിക്കുമെന്ന് എനിക്ക് വളരെ സംശയത്തോടെയാണ് ഞാനിത് അന്ന് തുറന്നത്. ഹല്ലേലൂയ. അതിൽ ആ അനുഭവം 2-3 പേർക്കുണ്ടായി. വീടുകളിൽ അന്ന് 2 ദിവസം മുമ്പുള്ള ആ മീറ്റിംഗിൽ, സൂം മീറ്റിംഗിലൂടെ അവരവരുടെ വീടുകളിൽ അത് വീഴുന്ന അനുഭവം ഉണ്ടായി. അതിൽ ആൻറ്റിക്ക് അതൊരു പ്രധാന അനുഭവം, ആൻറ്റിക്കാണ് അതിലൊരു പ്രധാന അനുഭവം ഉണ്ടായത്. അതിപ്പോൾ ആ ഗോൾഡ് ഡസ്റ്റ് വീണ അനുഭവത്തെ കുറിച്ച് ആദ്യം കുഞ്ഞുമോൾ ആൻറ്റി പറഞ്ഞാട്ടെ. ആൻറ്റി അതിനെക്കുറിച്ച് പറഞ്ഞാട്ടെ. ഞാൻ ഈ ഗോൾഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ജാക്സൺ ബ്രദർ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഒന്ന് കാണണം, എനിക്ക് ഇതൊന്ന് കാണിക്കണമെന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. അത് നടക്കുമെന്ന് വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കുമ്പോഴും കയ്യിലേക്ക് നോക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ തരികൾ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നതായിട്ട് കാണുക. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും 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 ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കൈകൊണ്ട് നീക്കി നോക്കുമ്പോൾ അതൊരു തരി പോലെ മനസ്സിലാകുന്നു. അത് എന്ത് പറയണമെന്നറിയാത്ത ഒരു അത്ഭുതം ഇപ്പോഴും എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഏത് നേരത്തും എൻ്റെ കയ്യിലും ഡ്രസ്സിലും ഇപ്പോഴും അത് തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയില്ല. കുറെ സമയങ്ങളിലേക്ക് അതിങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അതെന്താ വിശദീകരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ജാക്സൺ ബ്രദർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അപ്പാടെ വിശ്വസിച്ചു. അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് ഞാൻ യഥാർത്ഥമായിട്ട് കണ്ടു. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാനതിൻ്റെ ചെറിയ രീതിയിൽ എൻ്റെ പിക്ചർ എടുത്തിട്ട് കൊടുത്തായിരുന്നു. പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും അത്രയ്ക്ക് ഇതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറ്റിയില്ല. എങ്കിലും പറ്റുന്ന രീതിയിൽ അധികം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആർക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വലിയ അത്ഭുതം. യെസ്, ആന്റിയുടെ ദേഹത്തും ആന്റിയുടെ ഡ്രസ്സിലും എല്ലാം ആ ഗോൾഡ് ഡസ്റ്റ് വീണ് കിടക്കുന്ന ഫോട്ടോ ആന്റി എടുത്തു. പക്ഷെ അത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പ്രദർശിപ്പിക്കാത്തത്. എനിക്ക് അത് നേരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വീണ ഗോൾഡ് ഡസ്റ്റിന്റെ ഫോട്ടോ രണ്ടും ഒരേ ദിവസമാണ് സംഭവിച്ചതെന്ന് ഓർക്കണം. ഞങ്ങളുടെ വീട്ടിൽ വീണു. അതേ ദിവസം രാത്രിയാണ് ഇത് ഞാൻ സൂം മീറ്റിംഗിൽ ഇത് ഓപ്പൺ ആക്കുന്നത്. ആന്റിയുടെ വീട്ടിൽ വീണു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വീണ ഗോൾഡ് ഡസ്റ്റിന്റെ ഫോട്ടോ ഞാൻ ഈ ടെസ്റ്റിമോണിയോടൊപ്പം പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ആന്റിയുടെ വീട്ടിൽ വീണത് അത് ഫോട്ടോയിൽ അത് ക്ലിയർ ആകാത്തത് കൊണ്ട് ഞാൻ അത് പ്രദർശിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ടുള്ള ടെസ്റ്റിമണി ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ച ആന്റിയുടെ ലൈഫിൽ നടന്ന മേജർ ഹീലിംഗിന്റെ ടെസ്റ്റിമണിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കും ഇങ്ങനെയുള്ള ആത്മാനുഭവങ്ങൾ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് എന്നാ ഗുണം കിട്ടി, എന്തോ നിങ്ങളുടെ കാര്യം. ആ കാര്യം ഇപ്പൊ കേൾക്കാൻ പോവാണ്. ആന്റിയുടെ ആസ്മ രോഗത്തെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ആന്റി പറഞ്ഞാട്ടെ, അതിന്റെ മുഴുവൻ അനുഭവങ്ങളും ഒരുമിച്ച് പറഞ്ഞാട്ടെ. യെസ്. ആസ്മ രോഗത്തെ കുറിച്ച് പറയാനുള്ളത്, എനിക്കിപ്പോ 57 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ SLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലെ ഒരു റൂമിനകത്ത് വെച്ച് എനിക്ക് പതുക്കെ ശ്വാസം മുട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ 16 വയസ്സിൽ തുടങ്ങിയിട്ട് ഈ 57 വയസ്സ് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയത്. അതായത് ആദ്യ കുറെ കാലങ്ങളിലൊക്കെ ഞാൻ
ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇൻഹീലറിലേക്ക് ഒക്കെ ആൾക്കാർ കടന്നു തുടങ്ങിയത്. അന്ന് തുടങ്ങി. കൃത്യം എണ്ണാനൊന്നും പറയല, എങ്കിലും ഒരു മാസത്തില് ഒരു ഇൻഹീലർ എങ്കിലും വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ചില ദിവസങ്ങളിൽ ഒന്നായിരിക്കും, രണ്ടായിരിക്കും, മൂന്നായിരിക്കും. അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. കാരണം എൻ്റെ വീടിന്റെ ഓരോ മുറിയിലും, അതുപോലെ ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ ബാഗുകളിലെല്ലാം ഞാനത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ പോയി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് പോലും ശ്വാസം മുട്ടി വീണു പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. ഒരു 10 കാഴ്ചയോടെ ഒന്നും നടക്കാനോ ഒരു കയറ്റം കയറാനോ എനിക്ക് പറ്റിയല്ല. ആ തരത്തില് 41 വർഷം ഈ ശ്വാസം മുട്ടലുമായിട്ട് ഞാൻ നടക്കുന്ന വ്യക്തിയാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന്. അതിപ്പോ ഓരോ ഘട്ടം കഴിയുന്തോറും ഇതിന്റെ അളവ് കൂടിക്കൂടിയാ വരുന്നത്. അപ്പൊ എന്നും ഞാൻ ഭയപ്പെട്ടാ ജീവിച്ചത്. ഇതിനി ഈ മരുന്നെല്ലാം നിന്നു പോകും, ശ്വാസം മുട്ടി മരിക്കുകയുള്ളല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പല പല അനുഭവങ്ങളിൽ കൂടെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിലും ഈ ജാക്സൺ ബ്രദറിന്റെ ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കൊച്ചിയിലെ റെയ്നാഡ് ബോങ്കെ വന്ന ഏകദേശം വർഷം എത്രയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ആ കാലത്ത് ഞാനും കുടുംബമായിട്ട് അവിടെ പോയി. ആ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം പങ്കെടുത്തു. ആ സമയത്ത് ഇതുപോലെ നേരിട്ട് ചെന്ന് റെയ്നാഡ് ബോങ്കയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പുള്ളിയോട് ശ്വാസം മുട്ടലിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ്, എൻ്റെ തലയിൽ കൈ വെക്കുമ്പോൾ ഞാൻ, ദൈവമേ ഈ രോഗം എനിക്ക് ഇന്ന് സൗഖ്യമാവണേ എന്ന് പറഞ്ഞാണ് ആ ദേവദാസന്റെ മുമ്പ് പോയി നിന്നത്. പുള്ളിയെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് സൗഖ്യമായില്ല. പക്ഷെ ഞാൻ അവിടെ നോക്കി നിൽക്കി ചെയ്ത് കാലില്ലാത്ത കുട്ടിയുടെ കാല് വളർന്നു വരുന്നത് വരെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. പക്ഷെ എന്നിട്ടും എനിക്ക് അത്ഭുതം പ്രാപിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നിപ്പോ 8ാമത്തെ ദിവസമാണ്, അതോ 7ആണോന്ന് കൃത്യമായിട്ടില്ല. കാരണം തലേ ദിവസം ഞാൻ മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 7ആണോ 8ആണോ ഈ ദിവസമായിട്ട് ഇത്രയും ദിവസത്തിനകം ഞാൻ ഒരു പ്രാവശ്യം പോലും ആ മരുന്ന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം ആന്റി പറയുന്നത് 41 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഡെയിലി ഒന്നിൽ കൂടുതൽ തവണ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആന്റി. അല്ലെങ്കിൽ ആന്റിക്ക് ശ്വാസം മുട്ടുമെന്നാണ് പറഞ്ഞത്, അല്ലേ ആന്റി? അങ്ങനെയല്ലേ? അതെ അതെ അതെ, ഒന്നിൽ ഡെയിലി കൂടുതൽ പ്രാവശ്യം. അതായത് ഒന്നിൽ കൂടുതൽ കളക്ട് ചെയ്ത് വെച്ചേക്കണത് ഒന്ന് കാണിക്കണമെങ്കിൽ ഞാൻ കാണിക്കാം. അത് കാണണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും. ആണോ? എന്നാ ഒന്ന് കാണിച്ചാട്ടെ, ആന്റി എടുത്തോണ്ടോ. ആന്റി ഇപ്പം താന് വലിച്ചുകൊണ്ടിരിക്കുന്ന വേറെ എല്ലാ മുറിയിലും ഉണ്ട്, എല്ലാ മുറികളിലും ബാഗിലും വേറെ ഉണ്ട്. ഇതൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് താൻ വെച്ചിരിക്കുകയാണ്. എന്തോ ഇൻഹെയിലർ അല്ലേ ആന്റി? ഇൻഹെയിലറാ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന മരുന്നുകളാ എനിക്ക് വലിക്കാൻ വേണ്ടി. ആന്റി ഇൻഹെയിലർ ഓരോ റൂമിലും, അല്ലേ? അങ്ങനല്ലേ ആന്റി? ഓരോ റൂമിലും സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് തലേണയുടെ അടിയില് കിടക്കുന്ന സമയത്ത് തലേണയുടെ അടിയില് ഇൻഹേലർ കാണും, അല്ലാതെ ഉറങ്ങാറില്ല. കാരണം പെട്ടെന്ന് ആന്റിക്ക് ശ്വാസം മുട്ടുവാണെങ്കിൽ ഏത് റൂമിൽ വെച്ചാണോ ശ്വാസം മുട്ടുന്നത്, അപ്പൊ പെട്ടെന്ന് എടുത്ത് വലിക്കാൻ വേണ്ടി എല്ലാ റൂമിലും ഇൻഹെയിലർ നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ റൂമിലും ദൂതന്മാരും ഗോൾഡ് ഡസ്റ്റുമാണ്. ഹല്ലേലൂയ! ഇതാണ് മഹത്വത്തിന്റെ തലം. ഓ റാബാ ഷേഖെ റെഫിനിയാറ്റസിയ. പറഞ്ഞോട്ടെ ആന്റി. അതുപോലെ എൻ്റെ ബാഗിനകത്ത് അഥവാ പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ മറന്നു പോയാൽ വഴിയിൽ വെച്ച് ശ്വാസം മുട്ടിയാലോ എന്ന് ഓർത്ത് അത് കരുതി വെച്ചേക്കും. അതുപോലെ എൻ്റെ സ്കൂട്ടറിനകത്ത് ഒരു ഇൻഹേലർ എപ്പോഴും ഇട്ടേക്കും. അങ്ങനെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ദിവസം ഇന്നെന്താ മരുന്ന് വലിച്ചില്ലല്ലോ, ഇന്നലെ രാത്രി ഓർത്തു. പിറ്റേ ദിവസം രാവിലെ ഇല്ല, ഉച്ചയായിട്ടില്ല, വൈകിട്ടില്ല. അങ്ങനെ ഇന്ന് 8ാമത്തെ ദിവസം. ഇതുവരെ പിന്നെ ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. ആന്റി ഒന്നുകൂടെ ഒന്ന് കാണിച്ചേ, 2-3 ഇൻഹേലർ ഒന്ന് എടുത്ത് കാണിച്ചേ, ആൾക്കാരെ ഒന്ന് കാണിച്ചേ. ആന്റിയുടെ ഇത് വളരെ ദുരനുഭവമാണ്. ഞാൻ വീസിംഗ് ഉള്ളവരുടെ, ആസ്മ ഉള്ളവരുടെ അനുഭവം കണ്ടിട്ടുണ്ട്. വളരെ നിങ്ങൾ കണ്ടോ? ആ ഇൻഹേലേഴ്സ് കണ്ടോ? വളരെ വിഷമിപ്പിക്കുന്ന അനുഭവമാണ്. അതിൽ നിന്ന് 41 വർഷമായ ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് ഗ്ലോറി റലം ഇറങ്ങിയപ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ! ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഒരുമിച്ച്. യെസ് ആന്റി. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതുപോലെ ഗുളികകളൊന്നും അല്ല നിങ്ങളെ ജീവിപ്പിക്കുന്ന, യേശു ജീവിപ്പിക്കും.
മഹത്വത്തിന്റെ റലത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പോൾ പോലും ആസ്മയ്ക്ക് ഒരു വിടുതല, എന്റെ ആസ്മ, കാരണം ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള എന്റെ ആസ്മയ്ക്ക് ഒരു വിടുതൽ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ അതിൽ നിന്ന് എന്നെ പൂർണ്ണ വിടുതലിന്റെ ജീവിതം. ഇപ്പൊ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഞാൻ ഏത് നേരം ഇങ്ങനെ നോക്കും, ഇപ്പോഴെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്റെ ലങ്സ് ക്ലിയർ ആയി. ആമേൻ, 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 ആമേൻ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ മറ്റ് ടെസ്റ്റിമണികൾ ഒന്ന് ഓടിച്ച് പറയാമോ? കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ടെസ്റ്റിമണികൾ ഒന്ന് ഓടിച്ച്, അധികം സമയം എടുക്കണ്ട, ഒന്ന് ഓടിച്ച്, ആ ലാഫിങ് കിട്ടിയത്, ആ റോറിങ് അങ്ങനെ കിട്ടിയത്, ആ അനുഭവങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞാട്ടെ. എന്റെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹം സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമായി. പുള്ളി ഒരു എയർഫോഴ്സുകാരനായിരുന്നു. പുള്ളിയുടെ പെൻഷൻ എനിക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യത ഇല്ലാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ അതിന്മേലുണ്ടായിരുന്നു. എന്റെ വിശദീകരണം ഒന്നും ഇപ്പൊ പറയാൻ പറ്റിയല്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രയറിലേക്ക് കടന്നു. എനിക്ക് അത്ഭുതകരമാവണ്ണം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. അതൊരു വലിയ വിടുതൽ. കാരണം എന്റെ മരണം വരെ എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെട്ടു. അത് വലിയൊരു അത്ഭുതം. അതുപോലെ തന്നെ ഇപ്പൊ ഈ പ്രയറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ലാഫിങ്ങിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ജാക്സൺ ബ്രദർ ഒരു ദിവസം ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ഞാൻ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്തത് പ്രാർത്ഥിച്ചിട്ടല്ല, ചിരിച്ച്. ലാഫിങ് ആയിരുന്നു ഇന്ന് എന്റെ പകല്. വീട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി, എനിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അതെങ്ങനെ ചിരിച്ചിട്ട് മീറ്റിംഗിൽ കയറിയാലെന്ന് ഓർത്ത് ഞാൻ സാറായി ചിരിച്ച പോലെ ഞാനും ഒന്ന് ചിരിച്ചു. പക്ഷെ അന്ന് രാത്രിയില് ഒരു പ്രയർ കഴിഞ്ഞു. ഞാൻ കട്ടിലേ കയറി ഇരുന്നോണ്ടാ ദൂത് കേൾക്കുന്നത്. കുറെ നേരമൊക്കെ എന്തെങ്കിലും നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. ഞാനൊരു 8:30 ആയപ്പോ പതുക്കെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്തിനാ ചിരിന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചിരി തുടർന്ന് ഒരു 1.5 മണിക്കൂറാണ്. അത് എന്റെ കയ്യിലുണ്ട്. ഞാനത് എന്റെ ഒരു സുഹൃത്തിന് ആ സമയത്ത്, ഇത് ആരോടും പറയാൻ പറ്റിയില്ല, എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് എന്തിനാ ഞാനിങ്ങനെ ചിരിക്കും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്ത് അത് ഞാൻ ഇവർക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ചിരി. സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ അധികം ചിരിച്ചിട്ടുള്ള ആളല്ല, കരഞ്ഞിട്ടേ ഉള്ളൂ എന്നും. അതായിരുന്നു എന്റെ ജീവിതാനുഭവം. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം ചിരിയാണ്. സന്തോഷവും ചിരിയും ആയിട്ട് എന്റെ ജീവിതത്തെ ദൈവം മാറ്റി. പിന്നെ അത് കഴിഞ്ഞാണ് അവിടെ നിന്നുകൊണ്ട് അവിടെ ഞാൻ റോറിങ്ങിന്റെ അനുഭവം. ഒരു മിനിറ്റ്, അവിടെ നിന്നുകൊണ്ട് ഞാൻ യൂട്യൂബിലെ ഓഡിയൻസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. നിങ്ങൾ ഓർക്കും ഈ വട്ടന്മാരെ പോലെ ചിരിച്ചിട്ട് എന്നാത്തിനാണെന്ന്. ഈ അനുഭവം ആദ്യമായിട്ട് കർത്താവ് എന്നോട് ഇടപെടുമ്പോൾ ഞാനും ചിന്തിച്ചു, ദൈവമേ ഇത് ഭ്രാന്താണോ എന്ന് ചിന്തിച്ച അനുഭവങ്ങൾ എനിക്കും ഉണ്ട്. കാരണം നമുക്കെല്ലാം ബുദ്ധിയുണ്ട്. പക്ഷെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ആഴമേറിയ ഗ്ലോറി റലം ഇന്റിമസി കയറി വരുമ്പോൾ ഏതന്റെ അർത്ഥം എന്ന് പറഞ്ഞ എന്താണ്? ചിരി എന്നാണ്, ഡിലൈറ്റ്. ആ ചിരി നമ്മളിലേക്ക് വരും. നിങ്ങളിപ്പോ ആന്റി പറഞ്ഞ ടെസ്റ്റിമണി കേട്ടോ, ഇത് വട്ടന്മാര് ചിരിക്കുന്ന ചിരിയല്ല, ഇത് ആത്മാവിന്റെ ചിരിയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നമ്മുടെ സഭകൾ നമ്മളെ കരയാനും കരച്ചിൽ തുരുത്തിയിലാക്കാനും പഠിപ്പിക്കുന്നത്. പക്ഷെ മഹത്വത്തിന്റെ തലത്തിൽ ആദാം കരയുമല്ലായിരുന്നു. അമേൻ, 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 അമേൻ. അവൻ അലറി വിളിക്കുമല്ലായിരുന്നു, അവൻ ചിരിക്കുമായിരുന്നു. കാരണം ഏതൻ എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്ന, ഡിലൈറ്റ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആ അന്യഭാഷ എന്ന ഒരു കൃപ, ഒരു സംഭവത്തെ നമ്മൾ ഒതുങ്ങേണ്ടവരല്ല. അത് കഴിഞ്ഞ് വേറെ പല ആത്മാനുഭവങ്ങളും ഉണ്ട്. ആ അനുഭവങ്ങളെ അനുവദിക്കാഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ സഭ ഡ്രൈ ആയി പോയത്. ശരിയാണ്, സംശയം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനെ വിധിക്കുമല്ല ചെയ്യേണ്ടത്, ചോദിക്കണം, പരിശുദ്ധാത്മാവേ ഇത് ഡിമോണിക് ആണോ, ഇത് ഭൂതത്തിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ? ഇത്രയും നിങ്ങൾ ചോദിച്ചാൽ മതി. പലരും ചോദിക്കും, ഇത് ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത്? യേശു ചിരിച്ചില്ലല്ലോ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യേശു അന്യഭാഷ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാ അന്യഭാഷ പറയുന്നത്? യേശു അന്യഭാഷ പറഞ്ഞതായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കൂ, ആത്മാനുഭവങ്ങൾ എഴുതുന്നതിന് മുകളിലാണ്. യോഹന്നാന്റെ ലാസ്റ്റ് അധ്യായത്തിൽ പറയുകയാണ്, യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും എഴുതിപ്പെട്ടാൽ ബുക്കുകൾ തികയത്തില്ലല്ലോ. എല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ല. എല്ലാ ആത്മാനുഭവങ്ങളും ബൈബിളിൽ എഴുതിയെന്നുള്ളത് അത് നിങ്ങളെ പഠിപ്പിച്ച കള്ളത്തരമാണ്. ആത്മാനുഭവങ്ങൾ ദൈവാത്മാവ് നമ്മുടെ അകത്ത് തുറന്നുകൊണ്ടേയിരിക്കും. പൗലോസിനേക്കാൾ, പത്രോസിനേക്കാൾ, ബൈബിളിൽ എഴുതപ്പെട്ടതിനേക്കാൾ ഇനിയും ആത്മാനുഭവങ്ങൾ ലോകത്തിന് കൊടുക്കാനുണ്ട്. അതിൽ ചിരി എന്തിനാന്ന് ചോദിച്ചാൽ, നീയും ദൈവമായിട്ടുള്ള ആഴമേറെ ഇന്റിമസി. ഇത്രയും നാൾ ആന്റിയുടെ ജീവിതം കരച്ചിലും വിലാപവുമായിരുന്നു. പക്ഷെ അതിനെ ദൈവം നൃത്തമാക്കിയെന്ന് ചുമ്മാ കിടന്ന് പ്രസംഗിച്ചാൽ പോരാ. നൃത്തമാക്കണമെങ്കിൽ ആത്മാനുഭവം വരണം.
ജാക്സൺ ബ്രദറിന് ആരെയും ചിരിപ്പിക്കാൻ കഴിവില്ല. ഇവിടെ എന്റെ മീറ്റിംഗ് നിങ്ങൾ കയറി നോക്കി, ഒരു കോമഡി പോലും ഞാൻ പറയാറില്ല, ഒരു തമാശ പറയാറില്ല. ഉണ്ടോ ആന്റി? ഞാൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാറുണ്ടോ? ഇല്ല, ഇല്ല, ഒന്നുമില്ല. എന്റെ മീറ്റിംഗ് തമാശ ഇല്ല. ചിലരുടെ മീറ്റിംഗിൽ പോയ തമാശയോടെ തമാശ, രാഷ്ട്രീയ തമാശ, ബാലരമ എന്നുള്ള തമാശ എനിക്കറിയില്ല. എനിക്ക് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാറില്ല. പക്ഷെ ആത്മാവിന്റെ ചിരി എനിക്കുണ്ട്. ഇത് എനിക്ക് ലഭിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു, 1.5-2 വർഷമായി. അന്ന് മുതൽ എന്റെ ലൈഫിൽ ഒരു വേദനയ്ക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു നിരാശ ഇങ്ങനെ അടുത്ത് വന്ന് പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ചിരി വരും. അത് എന്റെ ചിരിയല്ല, ആത്മാവിന്റെ ചിരിയാണ്. അത് ഗ്ലോറി റലം ഇറങ്ങുന്ന ചില സഭകളിൽ, ചില ഇടങ്ങളിൽ, തമിഴ്നാട്ട് പോലുള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. ദൈവം എന്നെ ഉറപ്പിച്ചു, അത് സത്യമാണ്. ആത്മാവിന്റെ ജോയ് ഉണ്ട്. ആത്മാവിലെ ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ജോയ് അനോയിന്റിങ് എന്നാണ് അതിനെ അമേരിക്കയിലെ ചില ഇടങ്ങളിൽ അതുകൊണ്ട്. ക്യാച്ച് ദ ഫയർ പോലുള്ള ചില റിവൈവൽ പ്ലേസുകളിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആത്മാനുഭവങ്ങളും അവരുടെ ദൈവബന്ധവും ഭയങ്കരമാണ്. എനിക്കെന്തോ ചിലരോട് അങ്ങ് ദേഷ്യപ്പെടാൻ തോന്നുന്നു, ആന്റിയോടല്ല, ചിലരോട്. കാരണം നിങ്ങൾ ഇതിനെ വിധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിധിക്കാതെ ഇതിനെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം നൃത്തമാകും, ഏതനാകും. ആന്റി ബാക്കി പറഞ്ഞാട്ടെ, റോറിങ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ഇനി അത് ലാഫിങ് എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ലാഫിങ്ങോട് കൂടി എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളാണ് മാറിപ്പോയത്. നിരാശയും ഒറ്റപ്പെടലും എല്ലാം. എൻ്റെ മക്കള് വെളിയിൽ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിക്കുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് നിരാശകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറിപ്പോയി. ഇപ്പം പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതും ആ ലാഫിങ്ങും റോറിങ്ങും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായിട്ട് മാറി. റോറിങ് ഇതുപോലെ തന്നെ ഇവര് ബ്രദർ ഇതുപോലെ ചർച്ചിൽ പറയുന്നുണ്ട്, അല്ല സൂമിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റോർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അന്നും ഇതുപോലെ എനിക്ക് ദൈവം ഒരു മനസ്സ് തന്നു, എന്തുണ്ടെങ്കിലും അന്ന് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ദൈവം തന്നു. അതുകൊണ്ടായിരിക്കണം ദൈവമേ അങ്ങനെയുണ്ട്, അതും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞു, ഞാനും എന്തൊക്കെയോ എൻ്റെ സൗണ്ടുകളും മാറാൻ തുടങ്ങി. പക്ഷെ അതെന്റെ ജീവിതത്തിലെ ഒരിക്കലും പൊട്ടി മാറുകയല്ല എന്ന് വിചാരിച്ച വിഷയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനേയും ജയിക്കാൻ ഇപ്പൊ പൈശാചിക മണ്ഡലങ്ങളോട് ശരിക്കും ഏറ്റുമുട്ടാൻ ഒരു മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ യാത്രയിലായിരുന്നു, ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാനൊരു മാസ്ക് വെച്ചോണ്ടാ ബസ്സിൽ കയറുന്നത്. ഞാൻ എത്തേണ്ട സ്ഥാനത്ത് 100 കിലോമീറ്ററോ എത്ര ദൂരെയാണോ യാത്ര ചെയ്യുന്നത് അത്രയും സമയം ഞാൻ ഏതെങ്കിലും ഒരു ബസ്സിന്റെ മൂലയിൽ ഒതുങ്ങി ഇരുന്നോണ്ട് ഞാൻ ആ ദേശശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. പണ്ട് എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് നേരെ അല്ലെ പ്രാർത്ഥിക്കുമോ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചടിക്കുമോന്നോ ഒക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ആ ഭയം എന്നെ വിട്ടു മാറി. അതുപോലെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ മാറ്റം, അത് എനിക്ക് മാത്രം മനസ്സിലാകുന്നതായിരിക്കാം. വഴിയിൽ ഏതെങ്കിലും സാധുക്കളായിട്ടുള്ള മനുഷ്യരെയോ ദരിദ്രന്മാരെയോ ഭിക്ഷക്കാരെയോ രോഗികളെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അവിടെ വെച്ച് തന്നെ ഒരു റോറിങ്ങിലൂടെ, അത് ബസ്സേലെങ്കിൽ ബസ്സേല് സൗണ്ട് താഴ്ത്തിയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അതെന്റെ ജീവിതത്തിലെ ഒരു വല്ലാത്ത മനസ്സലിവും. ആ വ്യക്തിയെക്കുറിച്ച് ദൈവം ഈ ആത്മാവിന്റെ റലത്തിലാണല്ലോ ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചിരുന്നത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഇവർക്ക് ഈ സത്യം വെളിപ്പെടുത്താൻ നമ്മുടെ രാജ്യത്ത് നമുക്കും അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണം. അതിലൊരാളായിട്ട് എന്നെയും മാറ്റണം. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. അങ്ങനെ ആ റോറിങ്ങിന്റെ അവസ്ഥയിൽ ഇപ്പം ഭാഷയിലാണ് ഇത്രയും കാലമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ തന്നെ ആ റോറിങ്ങിലേക്ക് കിടക്കുകയാണ്. അത് എന്തിനോ ഫൈറ്റ് ചെയ്യുന്നത് എനിക്കറിയാം, എന്തിനാണെന്ന് മാത്രം പറയാൻ അറിയത്തില്ല. പക്ഷെ ഏത് വിഷയങ്ങളെയും ഭയമില്ലാതെ നേരിടാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമായത്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. റോറിങ് ഈ ആത്മാനുഭവം എന്നിൽ തുറന്നിട്ട് 5 മാസേ ആവുന്നുള്ളൂ. എന്നിൽ ഈ ആത്മാനുഭവം തുറന്നിട്ട് 5 മാസേ ആവുന്നുള്ളൂ. കർത്താവ് ഇത് 1 വർഷം മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചാൽ താമസിയാതെ അത് വെളിപ്പെടും. അങ്ങനെയാണ് എൻ്റെ ജീവിതം. 1 വർഷമായിട്ട് പഠിപ്പിക്കുമ്പോഴും ഞാൻ ചോദിക്കുക, കർത്താവ് ഇത് വേണോ? കർത്താവ് പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ദൈവദാസനിലൂടെ ഉറപ്പിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ചർച്ചിൽ തുടങ്ങുന്നത് റോറിങ്ങിലാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഇത് തോന്നലല്ല, ഇത് വേണ്ടെന്ന കാര്യമാണ്. പിന്നെയും ചോദ്യം, യേശു റോർ ചെയ്തോ? ബൈബിളിൽ റോറിംഗ് ഉണ്ടോ? പിന്നെ എനിക്ക് നിങ്ങളോടുള്ള മറുപടി, ആത്മാനുഭവം അൺലിമിറ്റഡ് ആണ്.
എഴുതുന്നതിനും പ്രിന്റ് അടിക്കുന്നതിനും പരിധിയുണ്ട്. യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ശിഷ്യന്മാർ ചെയ്ത എല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ ജനറേഷന് വേണ്ടുന്നതാണ് ദൈവം ഇന്ന് തരുന്നത്. എന്താണ് റോറിങ്? ആൻറ്റി പറഞ്ഞത് കേട്ടോ. റോറിങ് എന്ന് പറഞ്ഞാൽ പിശാചിന് നേരെയുള്ള ഗർജനം. അത് റോറിങ്ങിന് പല ഡയമെൻഷൻ ഉണ്ട്, അതിലൊരു ഡയമെൻഷൻ ആണത്. അതിലൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആന്റിക്ക് ഒരു റോറിങ് ലഭിച്ചു. അതിലൂടെ ആന്റി തിരുവല്ലയുടെ മുഴുവൻ, പത്തനംതിട്ടയുടെ മുഴുവൻ ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ വലിച്ചിളക്കിയത്. അപ്പോൾ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി, നിങ്ങൾക്കെതിരെയുള്ളത് മാത്രമല്ല, അനേക വ്യക്തികൾക്കെതിരെയുള്ള ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ വലിച്ചു കീറുന്ന സിംഹത്തിന്റെ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ ഒരു പ്രതിരൂപമാണ് ഈ ആത്മമനുഷ്യനിൽ നിന്ന് വെളിയിൽ വരുന്ന ഗർജനം. ഇപ്പൊ നമുക്ക് ദേഷ്യപ്പെടുമ്പോ നമ്മൾ ചുമ്മാ ഒന്ന് അലർത്തില്ലേ, ജഡീക ദേഷ്യം. അതുപോലെ ആത്മാവിൽ പൈശാചിക ശക്തികൾക്കെതിരെ എന്തുണ്ട്? ദേഷ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാനുഷികമായിട്ട് പല്ലിറുമ്പുക, അതൊക്കെ ജഡീക ദേഷ്യത്തിൽ പെടുന്നതാണെങ്കിൽ ആത്മാവിൽ ഇതേ വികാരമുണ്ട്. യേശു ദേഷ്യപ്പെട്ടത് ബൈബിളിലുണ്ട്, ആങ്കർ ഓഫ് ദ സ്പിരിറ്റ്. എസെക്കിയലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ആങ്കർ ഓഫ് ദ സ്പിരിറ്റ്. യേശുവിനെ നിങ്ങൾ വെറും സൗമ്യനാക്കരുത്. ചാട്ടവാർ എടുത്ത് അടിച്ചിറക്കേണ്ടിയപ്പോൾ സ്പിരിറ്റ് ആങ്കറിലാണ് താൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഡയമെൻഷനാണ് റോറിങ് ഇൻ ദ സ്പിരിറ്റ്. ആന്റി പറഞ്ഞു കേട്ടോ, ഇത്രയും നാൾ പിശാചിനെതിരെ എന്തെങ്കിലും ഒരു ഇച്ചിരി ശാസിക്കാൻ നോക്കിയ പേടി വരും. ഇപ്പൊ പേടിയില്ല. പേടി ജാക്സൺ ബ്രദറിനെ മാറ്റാൻ ഇവിടെ യന്ത്രമൊന്നും ഇല്ല. പക്ഷെ ഒരു ആത്മാനുഭവത്തെ റിലീസ് ചെയ്ത് കൊടുത്തു. എന്തോ ഈ ടെസ്റ്റിമണി വീഡിയോ ഒരു അസാധാരണ വീഡിയോ ആകാൻ പോവുകയാണ്. കാരണം ഇത്രയും നാൾ ഈ ടെസ്റ്റിമണികൾ എടുക്കുമ്പോൾ എനിക്ക് ഇത്ര ശക്തി അനുഭവിക്കാറില്ല. പക്ഷെ ഞാൻ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ശക്തി, ഈ ടെസ്റ്റിമണി യൂട്യൂബിൽ എത്തുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ ഭയമില്ലാതാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മാവിലുള്ള പല്ലിറുമ്പൽ ആർക്കെതിരെ? മനുഷ്യനെതിരെ അല്ല, പിശാചിനെതിരെ. അനേക മനുഷ്യരെ ഈ കുടുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിനെതിരെ, തിരുവല്ലയുടെ, പത്തനംതിട്ടയുടെ, കേരളത്തിന്റെ, ലോകത്തിന്റെ ആത്മമണ്ഡലം, പൈശാചിക മണ്ഡലത്തിനെതിരെ ഉള്ള ഗർജനമാണിത്. ആ ഗർജനം ഞങ്ങളുടെ സൂമിലുള്ള കുറെ പേർക്ക് ലഭിച്ചു. ഇന്നലെ രാത്രി ഡോക്ടർ അനിത പോളിന്റെ ടെസ്റ്റിമണിയാണ് ഞാൻ കേൾക്കുന്നത്, ബെഹറിൽ നിന്ന്. ഇന്നലെ രാത്രി ഞങ്ങളുടെ മീറ്റിംഗിൽ മർത്തോമ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ കയറിയിട്ട് ഒരാഴ്ചയാവുന്നുള്ളൂ, ഒരാഴ്ച. ഇന്നലെ മിനിഞ്ഞാൻ എന്നോട് എഴുതി ലാഫിംഗ് ഇൻ ദ സ്പിരിറ്റ് കിട്ടി. ഇന്നലെ രാത്രി ഡോക്ടർ അനിത പോൾ ബെഹറിന് എഴുതുകയാണ്, മർത്തോമയെന്ന് ഒരാഴ്ചയായുള്ളൂ നമ്മുടെ മീറ്റിംഗിൽ കയറാൻ തുടങ്ങിയിട്ട്. ഇന്നലെ റോറിങ് കിട്ടി. ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിരുന്ന് വിധിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര തടയാൻ നോക്കിയാലും അത് സാധിക്കത്തില്ല. അതുകൊണ്ട് വിധിക്കാതെ, ചോദ്യം ചെയ്യാതെ, ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവേ എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്നെ പഠിപ്പിക്കണമെന്ന് താഴ്മയാണെ ദൈവം പഠിപ്പിക്കും. നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഇതിൻ്റെ അകത്ത് വന്നാൽ നീ പരീക്ഷനാകത്തേ ഉള്ളൂ. നീ താഴ്മയുടെ പരിശുദ്ധാത്മാവോട് ചോദിക്കുക. ഇത് ജാക്സൺ ബ്രദറും എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഉറപ്പായിട്ടും അല്ല വന്നത്. പക്ഷെ ആത്മാവ് പഠിപ്പിച്ചാൽ കീഴടങ്ങും. ആത്മാവ് ഒരു കാര്യം എന്നോട് ഇടപെട്ടാൽ കീഴടങ്ങും. ബുദ്ധിയെ മരവിപ്പിക്കും, ഭോഷത്വമാക്കും ബുദ്ധിയെ. അത് ചെയ്യാൻ റെഡിയാണോ? എന്നാൽ നിങ്ങൾ മാറാൻ പോവുകയാണ്. ആന്റി പറഞ്ഞാട്ടെ, വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ ഏറെ സമയങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരാളായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ടി വിയിലേക്കായിരുന്നു എൻ്റെ ഫോക്കസ് മുഴുവനും. ഏത് സമയത്തും ടി വി കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ. ഇന്നതൊന്നുമില്ല, ക്രിക്കറ്റിനോട് എനിക്ക് ഭയങ്കര ഒരു ഭ്രാന്തായിരുന്നു. ഈ അവസ്ഥയിലേക്കൊക്കെ എൻ്റെ ഈ ആത്മീയ തലത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പം ടി വി 2 മാസമായി ഞാൻ ചാർജ് പോലും ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് നോക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിൽ ജീവിതം മാറി, എല്ലാ തലങ്ങളിലും. അതുപോലെ എൻ്റെ ഭൗതിക മാറ്റങ്ങൾ, ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്നോ അതിൻ്റെ എല്ലാം വിടുതല് ഈ ആത്മതലത്തിലുണ്ടെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഏത് വിഷയം അതെന്തായിരുന്നാലും ഞാൻ ഒന്നൊന്നായിട്ട് എൻ്റെ സകല വിഷയങ്ങളിലും വിടുതൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക, അത് കണ്ടുകൊണ്ടിരിക്കുക നേരിട്ട്. ആത്മാവിന്റെ വലിയ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാനും ഇനിയും ഒരുപാട് മുമ്പിലുണ്ട്. അതെനിക്കും എല്ലാവർക്കും വേണ്ടി ദൈവം കാത്തു വെച്ചേക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. ആമേൻ. താങ്ക് യു സോ മച്ച് ആന്റി. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ യൂട്യൂബിലെ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഇനി കാണാൻ പോകുന്ന ഓഡിയൻസിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു ആത്മാനുഭവങ്ങൾ കൊതിയുണ്ടെങ്കിൽ നമ്മുടെ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വൈകിട്ട് ഡെയിലി ഗ്ലോറി എന്ന പ്രോഗ്രാം നമുക്കുണ്ട്. ഹല്ലേലൂയ. 7 മണിക്ക്. ലിങ്ക് വേണമെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക, ഞാൻ ലിങ്ക് അയച്ചു തരാം. നിങ്ങളുടെ പാരമ്പര്യങ്ങളെ വിട്ട് ഹയർ തലങ്ങളിലേക്ക് കുതിക്കുക. അതോടൊപ്പം നമുക്ക്
യോങ് ഹാർവസ്റ്റ് ടിവിയിലെ മീറ്റിങ്ങുകൾ നടക്കുന്നു, മറ്റ് മീറ്റിങ്ങുകളെല്ലാം നടക്കുന്നു. നിങ്ങളുടെ ദേശത്ത് ഒരു ഗ്ലോറി കോൺഫറൻസ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ ആത്മാനുഭവങ്ങൾ അനേകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബിലെ ഫേസ്ബുക്കിലെ ഒക്കെ പല ഓഡിയൻസിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റക്ക് ആയിപ്പോയി, ഡ്രൈ ആയിപ്പോയി. സഭ അവർക്ക് കൊടുക്കേണ്ട വെളിപ്പാട് കൊടുക്കാതെ, അവരാരാണെന്ന് പറഞ്ഞു കൊടുക്കാതെ, ആത്മാവിന്റെ ആഴങ്ങൾ അറിയാതെ അവർ മൊരടിച്ചു പോയി, ഡ്രൈ ആയിപ്പോയി. അപ്പാ, നീ അവരെ വിടുവിക്കണമേ. അപ്പാ, നിനക്ക് അവരോട് കരുണ തോന്നണമേ. അപ്പാ, ഇത്തരത്തിൽ ഒരു അഭിഷിക്തനെ, ഇത്തരത്തിൽ ഒരു മീറ്റിങ്ങിനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു കൃപ, അതിനെ വിധിക്കാതെ, അതിനെ ജഡ്ജ് ചെയ്യാതെ, അതിന് കീഴ്പ്പെട്ട് അതിനെ മനസ്സിലാക്കാൻ ഒരു കൃപ അപ്പാ നീ ഇപ്പോൾ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, ഗോൾഡ് ടെസ്റ്റുകൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ വീഴുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഡയമണ്ടുകൾ വീഴുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ഡയറക്റ്റ് എൻകൗണ്ടറുകൾക്കായിട്ട് സ്തോത്രം. ആസ്മ മാറിപ്പോയ സാക്ഷി ഞങ്ങൾ കേട്ടു. ഇപ്പോൾ എന്നെ കാണുന്നവർ ആരെങ്കിലും അത്തരത്തിലുള്ള രോഗാത്മാക്കളാൽ ഭാരപ്പെടുന്നെങ്കിൽ ഇപ്പോൾ ഞാനും ആന്റിയും കൂടെ ഒരുമിച്ച് അതിനെതിരെ ഗർജിക്കുകയാണ്. ഒരുമിച്ച് ഞാനും ആന്റിയും ഒരുമിച്ച് അതിനെതിരെ ഗർജിക്കുകയാണ്. റാസ്കി നഫ്രാഹനിയ. അങ്ങനെ ആന്റി ഒന്ന് ഗർജിച്ചാട്ടെ. ആന്റി ആ റോറിങ്ങിലോട്ടൊന്ന് വന്നാട്ടെ. ആസ്മയ്ക്കെതിരെ ഇതുപോലെ ആന്റിയെ പോലെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അനേകർ അതുപോലെ ഭാരപ്പെടുക. അവർക്കെതിരെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഗർജിക്കുകയാണ്. ആ രോഗം പറഞ്ഞു പോകട്ടെ, ആ അലർജി പറഞ്ഞു പോകട്ടെ, ആ ആസ്മ പറഞ്ഞു പോകട്ടെ, ആ വീസിങ് പറഞ്ഞു പോകട്ടെ, ആ ഡിപ്രഷൻ പറഞ്ഞു പോകട്ടെ. ഇപ്പോൾ തന്നെ ഈ സൂം മീറ്റിംഗിലൂടെ, എന്നിലൂടെ മാത്രമല്ല, ഇപ്പോൾ കുഞ്ഞുമോൾ ആന്റിയിലൂടെ പോലും ആ ശക്തി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ഇപ്പോൾ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആസ്മയെ ഇളക്കി കളയുന്നു. ഞങ്ങൾ ഇപ്പോൾ ആ അലർജി ഇളക്കി കളയുന്നു. ഞങ്ങൾ ഇപ്പോൾ വീസിങ്ങിനെ ഇളക്കി കളയുന്നു. ഓരോ രോഗശക്തികളെയും ഈ ദുരാത്മാക്കളെയും ഇളക്കി കളയുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയെ റിലീസ് ചെയ്യുന്നു. അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ. ആന്റി പറഞ്ഞ പോലെ ഇപ്പോൾ TV കാണാൻ തോന്നുന്നില്ല. പണ്ട് TV അഡിക്ഷൻ ഉണ്ടായിരുന്നു. അഡിക്ഷനുകൾ മാറിപ്പോകട്ടെ. പലരും എന്നെ വിളിക്കുമ്പോൾ പറയുന്നു, മോള് മൊബൈൽ അഡിക്റ്റ് ആണ്. ഇപ്പോൾ നീ ഗർജിച്ചാൽ, നീ ചിരിച്ചാൽ നിനക്ക് TV കാണാൻ തോന്നത്തില്ല. ഷാബ്രാനാറ്റിയ. നീ ആത്മാനുഭവത്തിൽ വർദ്ധിച്ചാൽ, നീ ആത്മാനുഭവത്തിൽ കയറി വന്നാൽ TV പിന്നെ കാണാൻ തോന്നത്തില്ല. നിനക്ക് സിനിമ കാണാൻ തോന്നത്തില്ല. നിനക്ക് വാട്സാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നത്തില്ല. ഞാൻ പോയി ആന്റിയോട് പറഞ്ഞില്ല TV കാണരുതെന്ന്, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആന്റിക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ആത്മാനുഭവം ചലിച്ചതാ. ഇപ്പോൾ തന്നെ ഞങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനത്തിലും ഇപ്പോൾ ആ ശക്തി ചലിക്കട്ടെ. ഈ സാക്ഷ്യത്തിന്റെ ടെസ്റ്റിമണി വീഡിയോ നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ തന്നെ രോഗശക്തികൾ മാറും, അഡിക്ഷനുകൾ മാറും, ഇത്ര നാളുള്ള ജഡ സ്വഭാവങ്ങൾ മാറും. യേശുവിന്റെ നാമത്തിൽ ആത്മ സ്വഭാവം, ഗ്ലോറിയുടെ സ്വഭാവം നിങ്ങളിലേക്ക് ഇമ്പാക്റ്റഡ് ആകട്ടെ. കർത്താവേ, ഞാൻ അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ ഓരോ ഓഡിയൻസിനെയും ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ മേൽ ദൈവശക്തിയെ അധികമായിട്ട് ഒഴിക്കുകട്ടെ. തിരുക്കരത്തിൽ ഇവരെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.